ഹൗസ് അല്ലെങ്കിൽ ഹൗസ് എം ഡി നമുക്ക് അധികം പരിചയമില്ലാത്ത മെഡിക്കൽ ഡ്രാമ എന്ന ജോൺറയിലെ ഏറ്റവും മികച്ച വർക്കാണ്. പേര് പോലെ തന്നെ മെഡിക്കൽ ഡ്രാമ എന്നാൽ ഒരു ഹോസ്പിറ്റലിനെയോ ഒരു ഡോക്ടറെയോ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളാണ്. ഹൗസ് അത്തരത്തിലെ ഒരു കഥയാണ്. ഇതൊരു ഹോസ്പിറ്റലിന്റെയും അതേസമയം ഹൗസ് എന്ന പേരുള്ള ഒരു ഡോക്ടറിന്റെയും കഥയാണ്. ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ എന്നൊരു ഫിക്ഷണൽ ഹോസ്പിറ്റലിലെ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഡോക്ടർ ഹൗസ്. അതായത് രോഗങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാന ജോലി, അല്ലാതെ ചികിത്സിക്കുകയല്ല. സീരീസിന്റെ കഥയും പ്രധാനമായും ഇതുതന്നെയാണ്. ആ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ രോഗങ്ങൾ ഡോക്ടർ ഹൗസ് എങ്ങനെ തന്റെ അസാമാന്യ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു എന്നത്. മിക്ക മെഡിക്കൽ ഡ്രാമകളുടെയും സ്റ്റോറി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെന്താണ് ഹൗസിന് മാത്രം ഇത്ര പ്രത്യേകത എന്ന് തോന്നാം. ആ പ്രത്യേകത കൂടുതലും ചുരുങ്ങുന്നത് ഡോക്ടർ ഗ്രെഗറി ഹൗസ് എന്ന കഥാപാത്രത്തിലേക്കാണ്. ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഇയാളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: മര്യാദയില്ലാത്ത, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാത്ത, എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന, ആളുകളെ വെറുപ്പിക്കൽ ഒരു വിനോദമായി എടുക്കുന്ന ഒരു നാർസിസിസ്റ്റ്, കടുത്ത നിരീശ്വരവാദി, ഡ്രഗ് അഡിക്റ്റ്, സാമൂഹിക വിരുദ്ധൻ, മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ അസാമാന്യ കഴിവ്, ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളുള്ള, എന്നാൽ അതെല്ലാം തന്റെ മേന്മകളാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ബുദ്ധിയും കഴിവുമുള്ളൊരു ജീനിയസ് ഡോക്ടർ. പുറമേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ എവിടേക്കോ ഇയാൾ ഒരുപാട് ഇഷ്ടപ്പെടും. ഹൗസിന്റെ മുഖമുദ്ര എന്നത് തന്നെ വിറ്റാണ്. ആരെയും എപ്പോഴും കളിയാക്കാനുള്ള അയാളുടെ കഴിവ് അപാരമാണ്. അതിൽ ഒരിക്കലും റേസ്, സെക്സ് എന്നിവ ഒഴിവാക്കാറില്ല. സുഹൃത്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൂടിയ ഡോക്ടർ കഡി എന്ന സ്ത്രീ ഡോക്ടറെ വസ്ത്രധാരണം, ബോഡി പാർട്സ് എന്നിവ പറഞ്ഞ് കളിയാക്കുന്നത് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ലെവലിലാണ്. അതുപോലെ തന്നെ തന്റെ അസിസ്റ്റന്റായ കറുത്തവർഗ്ഗക്കാരനായ ഡോക്ടർ ഫോർമാനെ നിറത്തിന്റെ പേരിൽ കളിയാക്കുന്നതും വെറും സാധാരണമാണ്. ഇതുകൊണ്ടൊന്നും ഇവർക്കാർക്കും ഇയാളെ വെറുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഹൗസിനെ പരസ്യമായും രഹസ്യമായും ഇവർ വിളിക്കുന്നത് ദ മാനിപ്പുലേറ്റീവ് ബാസ്റ്റഡ് എന്നാണ്. അത് സത്യവുമാണ്. തന്റെ രോഗികൾക്ക് ഇയാൾ പുല്ല് വില പോലും കൽപ്പിക്കാറില്ല. രോഗി രക്ഷപ്പെടുന്നതല്ല തന്റെ മുൻഗണന, എന്നാൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കലാണ് എന്നാണ് ഇയാളുടെ വാദം. പസിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇയാൾ ഷെർലോക്കിനെ പോലെ അപാര ബുദ്ധിമാനും ഒബ്സർവറുമാണ്. നിമിഷങ്ങൾക്കകം പല രോഗങ്ങളും ഇയാൾ കണ്ടുപിടിക്കും. അതും ടെസ്റ്റ് ഒന്നും ഇല്ലാതെ വെറും രോഗിയുടെ ആരും കാണാത്ത ലക്ഷണങ്ങൾ നോക്കി. ഈ നിരീക്ഷണ പാഠം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് തലയിടാനും അവരുടെ ജീവിതം വെച്ച് കളിക്കാനും ഇയാൾ ഉപയോഗിക്കും. ഒരാളെ കണ്ടാൽ അയാൾ ഇന്നലെ ആരുടെ കൂടിയാണ് ഉറങ്ങിയത് എന്ന് വരെ പറയാൻ ഇയാൾക്ക് കഴിയും. ഒഫൻസീവ് സർക്കാസം എന്ന രീതിയാണ് ഇയാളുടെ പ്രധാന ആയുധം. ചാനലറിനെ പോലെ മൈൽഡ് സർക്കാസം അല്ല, അങ്ങേയറ്റം ഡാർക്കായ, അപ്പുറത്തുള്ള ആളെ ഒന്നുമല്ലാതാക്കുന്ന തരം കൗണ്ടറുകളും വൺലൈനറുകളുമാണ് ഹൗസ് നിരന്തരം ഉപയോഗിക്കുന്നത്. ഹൗസ് ഒരു രോഗിയെ സെലക്ട് ചെയ്യണമെങ്കിൽ പോലും ആ കേസ് അയാൾക്ക് ചാലഞ്ചിങ് ആവണം. അതിനാൽ തന്നെ ക്ലിനിക് ഡ്യൂട്ടി അഥവാ OP ഡ്യൂട്ടി ഒട്ടും താല്പര്യമില്ലാതെയാണ് ഹൗസ് ചെയ്യുക. ഹൗസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ ഹോസ്പിറ്റലിലെ തന്നെ മറ്റൊരു ഡോക്ടറായ വിൽസൺ ആണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് സീരീസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റൊരു പ്രധാന ക്യാരക്ടറാണ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ലിസ കട്ടി. ഹൗസിന്റെ മേളിൽ ആകെ കൺട്രോളുള്ള ഒരു വ്യക്തി. പിന്നെ ഹൗസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റൻസ് ഫോർമാൻ, ചേസ്, ആലിസൺ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാണ്. ഹൗസിന്റെ സഹായികളാണെങ്കിലും ഇവരുടെ അഭിപ്രായത്തിന് ഹൗസ് ഒരു വിലയും നൽകുന്നില്ല. ഹൗസിന്റെ മറ്റൊരു പ്രത്യേകത എവരിബഡി ലൈസ് എന്ന ചിന്താഗതിയാണ്. അതായത് എല്ലാവരും നുണ പറയും, അതിനാൽ രോഗികളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ രോഗലക്ഷണങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന രീതി. ഇതിനാൽ രോഗം കണ്ടുപിടിക്കാൻ ആരും ചെയ്യാത്ത പല ഉഡായിപ്പ് പരിപാടികളും ഹൗസ് ചെയ്യും. ഇനി സീരീസിന്റെ സ്ട്രക്ചർ പറയാം. കഥ കൂടുതലും നടക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഓരോ എപ്പിസോഡും തുടങ്ങുമ്പോൾ ഒരാൾ ഒരു പ്രത്യേക രോഗം കാരണം ഹോസ്പിറ്റലിൽ എത്തുന്നു. ആ രോഗം ഹൗസും ടീമും ചേർന്ന് കണ്ടുപിടിക്കുകയാണ് ആ എപ്പിസോഡിന്റെ കഥ. എല്ലായ്പ്പോഴും ഹൗസ് രോഗം കണ്ടുപിടിക്കും, രോഗി രക്ഷപ്പെടും എന്നൊന്നുമില്ല. ഓരോ എപ്പിസോഡിനും പുതിയ രോഗിയും നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു റെയർ രോഗവുമാവും കഥ. എന്നാൽ സീരീസ് മുഴുവനായി ഒരു കഥ ഫോളോ ചെയ്യുന്നുണ്ട്. ഹൗസിനും മറ്റുള്ളവർക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനാൽ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തൊന്നും കാണാൻ കഴിയില്ല. ഹൗസ് എന്ന ക്യാരക്ടർ കൊണ്ട് മാത്രമല്ല ഈ സീരീസ് വേറെ ലെവലാവുന്നത്. സീരീസിന് അതിൻ്റെതായ മേന്മകളുണ്ട്. ഒരു ഡ്രാമ സീരീസ് ആണെങ്കിൽ കൂടിയും ത്രില്ലിന് ഒരു കുറവുമില്ല. രോഗം കണ്ടുപിടിക്കുന്നത് വരെ നമ്മളും ഹൗസും മുൾമുനയിൽ തന്നെയാണ്. ആ മൂഡ് സീരീസ് ഉടനീളമുണ്ട്. ഓരോ എപ്പിസോഡും വെറൈറ്റിയാണ്. ഇവർ നേരിടുന്ന ചാലഞ്ചസ് എപ്പോഴും പുതിയതാണ്. 8 സീസണുകളായി 177 എപ്പിസോഡുള്ള സീരീസിൽ ഓരോ എപ്പിസോഡും യുണീക്കാണ്. അതുപോലെ ചില എപ്പിസോഡുകൾ ഓരോ സിനിമയ്ക്ക് തുല്യമാണ്. പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് ഈ സ്റ്റൈൽ പരിചിതമായിരിക്കും. ഈ സീരീസിന്റെ പ്രധാന പ്ലസ് ഹൗസ് എന്ന ക്യാരക്ടർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പല പ്രമുഖ നിരൂപകരും ഈ കഥാപാത്രത്തെ ഗ്രേറ്റസ്റ്റ് ക്യാരക്ടേഴ്സ് എവർ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷ് ആക്ടറായിട്ട് കൂടി ഹ്യൂ ലോറി അമേരിക്കൻ ആക്സന്റിൽ ഹൗസ് എന്ന ക്യാരക്ടറിനെ മികച്ചതാക്കി. അദ്ദേഹത്തിന് മികച്ച നടനുള്ള 2 ഗോൾഡൻ ഗ്ലോബ് അടക്കം നിരവധി അവാർഡുകൾ ഈ റോളിലൂടെ നേടാനായി. ബ്രേക്കിംഗ് ബാഡ് കാണാൻ കെമിസ്ട്രി അറിയേണ്ട ആവശ്യമില്ല എന്നതുപോലെ ഹൗസ് കാണാൻ മെഡിസിനോ ബയോളജിയോ അറിയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉള്ള, ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ഇഷ്ടമുള്ള, വെറൈറ്റി കഥകൾ കാണാൻ താല്പര്യമുള്ള ആർക്കും ഹൗസ് എൻജോയ് ചെയ്യാം.